ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. മീൻ പീരയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ രീതിയിൽ മീൻ പീര എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. മീൻ പീര ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം വത്തല മീനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് വലിയൊരു കുടംപുളി എടുത്തിട്ടുണ്ട്. ഇത് 15 മിനിറ്റ് മുമ്പ് അര ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ കുതിർക്കാൻ ഇട്ട് വെച്ചായിരുന്നു. ഇനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിൻ്റെ പീരയ്ക്കായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത്, പിന്നെ ഇതേപോലെ വലിയ 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഇവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5-6 അല്ലി ചെറിയുള്ളി, പിന്നെ ഇതിന് എരിവിനായിട്ട് ഞാൻ കാന്താരിമുളകാണ് എടുത്തേക്കുന്നത്. ഒരു 15 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതേപോലെ തന്നെ ഇത് നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഈ ചേരുവകളെല്ലാം തന്നെ ആദ്യം വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്താൽ മതി. കാന്താരിമുളകിന് പകരം പച്ചമുളകും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നാടൻ രീതിയിലായതുകൊണ്ടാണ് ഞാൻ കാന്താരിമുളക് എടുത്തിരിക്കുന്നത്. ഇനി ഇതേപോലെ ഒരു ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വത്തൽ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മീനിന് ഞങ്ങളുടെ നാട്ടിലാണ് വത്തൽ എന്നറിയപ്പെടുന്നത്. ഓരോ സ്ഥലങ്ങളിൽ വേറെ പേരിലൊക്കെ അറിയപ്പെടും. കൊഴുവ, നെത്തോലി എന്നൊക്കെ ഇതിന് വേറെ പേരുകളുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ അരഞ്ഞാൽ മതി. വെള്ളമൊന്നും അധികം വേണ്ട, ജസ്റ്റ് ഡ്രൈ ആയിട്ട് അരഞ്ഞ് കിട്ടിയാൽ മതി. ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളം തന്നെ മതിയാവും. വെള്ളം കൂടി പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പീര നന്നായിട്ട് മീനിലൊന്ന് പിടിക്കുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പീരയും മീനും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിലാണ് വേവിക്കാൻ പോകുന്നത്. ഇപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തി വരുന്നുണ്ട്. ഇനി നമുക്ക് മീൻ പീര അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാന്താരിമുളകൊക്കെ ഇട്ടുകൊണ്ട് കണ്ടോ. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇതിലുണ്ട്. വെള്ളം കൂടി പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ ഇല്ലയെന്ന് നോക്കാം. ഞാനിപ്പോൾ നോക്കിയായിരുന്നു, ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. എരിവും പുളിയും എല്ലാം പാകത്തിനാണുള്ളത്. ഇനി ഇത് അടച്ചു വെച്ചൊരു 5 മിനിറ്റും കൂടെ വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ഞാൻ അതൊന്ന് തുറന്ന് നോക്കാണ്ട് ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.